ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള ഒരു ഒരു പുഴയും അതിനോട് ചേർന്ന് നടക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുമാണ്. അപ്പുറവും ഇപ്പുറവും വീടുകളൊക്കെ ഉണ്ട്. അപ്പുറത്ത് നമുക്ക് വലിയൊരു ഗ്രൗണ്ടൊക്കെ കാണാൻ കേട്ടോ. ആക്ച്വലി ഫുട്ബോളൊക്കെ കളിക്കണം. എന്ത് രസമായിരിക്കില്ലേ ഇങ്ങനെ പുഴയുടെ തീരത്ത് കളിക്കാനൊക്കെ. രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ തോന്നിയതാണ്. എത്ര പേർക്ക് നമ്മളിൽ ഇഷ്ടമുണ്ട് നേച്ചറിനോട് ചേർന്ന് ഇരിക്കാനും നടക്കാനും ഒക്കെ? എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അല്ലേ, ഗ്രീനറി ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അതിനകത്തൊരു ചോദ്യത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഞാനേ പെട്ടെന്നൊരു കാര്യം കാണിക്കാമെന്നും കൂടെ വിചാരിക്കാം. നിങ്ങൾക്കൊരു യെല്ലോ ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ആ യെല്ലോ ഫ്ലവർ എന്ന് പറയുന്നത് നമ്മളിവിടെ സമ്മറിലോട്ട് പോകുമ്പോൾ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് വളരെ നിരാശ പിടിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു എന്നതാണ് അതിനർത്ഥം. ഒരുപാട് പേർക്ക് മാനസികമായ സന്തോഷവും ഉന്മേഷമൊക്കെ നൽകും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് സൂര്യപ്രകാശമൊക്കെ കാണുമ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഉത്സാഹം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ. ഒരുപാട് പേര് നടക്കാനൊക്കെ വരുന്നുണ്ട്. ആർക്കും നമ്മുടെ വീഡിയോ ഒന്നും വരാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ടേൺ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും നടക്കാൻ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ എപ്പോഴെങ്കിലൊക്കെ പറ്റുമ്പോൾ നടക്കാനിറങ്ങും. ഈ വഴിക്ക് വരൽ ആഗ്രഹം ഒരുപാടുണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ ചോദിക്കും ഇത്രയും മനോഹരമായ സ്ഥലത്ത് പിന്നെ എന്തുകൊണ്ട് വരുന്നില്ലെന്ന്. കാര്യം പറയാം, തണുപ്പ് ഇഷ്ടമല്ല, അത്ര തന്നെ അതിൻ്റേതായ എല്ലാ സെറ്റപ്പിൽ ഇറങ്ങി വന്ന കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമുക്കിവിടെ അയർലൻഡിൽ ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ സൂര്യൻ ഉദിച്ച് നിന്നാലും നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ നടത്തത്തിനെ അത് ബാധിക്കും. ഇവിടുത്തുകാർക്ക് അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അവർ എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും അവർ റെഡിയായിട്ട് ഇറങ്ങും നടക്കാനും ഓടാനും. പിന്നെ കുറേ പേരൊക്കെ ഡോഗ് വാക്കിനൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹെൽത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു ഒരുപാട്. ഈ രാവിലെ തന്നെ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴാണെങ്കിലും നമ്മുടെ ഹെൽത്ത് തന്നെയാണ് നമ്മുടെ വെൽത്ത്. അക്കാര്യത്തിൽ ആർക്കും സംശയവും ഇല്ല, ഡിസഗ്രിമെൻറ്റും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളിത് കാണുന്നത് രാവിലെ ആയാലും കുഴപ്പമില്ല, വൈകുന്നേരം ആയാലും കുഴപ്പമില്ല, എപ്പോഴായാലും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ സന്തോഷമായിരിക്കുന്നു. താങ്ക് യു.